ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനിയാണ്. അതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്, മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പിൽ അതിൽ ഫസ്റ്റ് മോഡുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇൻ കേസ് ഓഫ് എ കമ്പനി വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി ഈസ് പ്രോസസ് ബൈ വിച്ച് ദ ലൈഫ് ഓഫ് ദ കമ്പനി ഈസ് ബ്രോട്ട് ടു ആൻ എൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി administered for the benefit of its members and creditors. That means in case of winding up, a company is closed. The affairs of the company is closed. Okay, winding up of company is the process of putting an end of the life of the company. Okay, the affairs of the company are wind up. So the winding up represent the last stage in the life of a കമ്പനി. അല്ലെ, നമ്മളിവിടെ എന്ത് ചെയ്യാം, കമ്പനിയുടെ എന്ത് ചെയ്യുക, ലിക്വിഡേറ്റ് ചെയ്യുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അല്ലെ, ഒരു കമ്പനിയുടെ പ്രവർത്തനം എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുകയാണ്. അസറ്റ്സും ലാബിലിറ്റീസൊക്കെ എന്ത് ചെയ്യുകയാണ്, അസറ്റ്സ് റിയലൈസ് ചെയ്തിട്ട് ലാബിലിറ്റീസൊക്കെ എന്ത് ചെയ്യുകയാണ്, പേ ഓഫ് ചെയ്യുക. ദെൻ ഇഫ് എനി സർപ്ലസ് ദെൻ ദാറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഓണേഴ്സ് ഓഫ് ദി company or shareholders of the company. Okay, here winding up represent the process by which the affairs of the company is closed. Okay, at the time of winding up, the assets and properties of the company are realized. These assets are distributed among the creditors and shareholders in the manner laid down in the act. Assets realized here and liabilities are paid off in the order in which the specified in the rules specified in the act as well as the that means as per the provisions of the Companies Act 2013. And therefore the process of winding up involves the realization of assets, payment of the liability to creditors and distribution or surplus if any among the members of the company. അല്ലേ സാർ, അസറ്റ്സ് പ്രോപ്പർട്ടീസും റിലീസ് ചെയ്യുക, ലാബിലിറ്റീസ് ഇൻക്ലൂഡിങ് ക്രെഡിറ്റേഴ്സിൻ്റെ ലാബിലിറ്റീസൊക്കെ എന്ത് ചെയ്യുക, ഔട്ട്സൈഡേഴ്സ് ലാബിലിറ്റീസൊക്കെ പേ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇഫ് എനി സർപ്ലസ് ഫണ്ട് ദാറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. അപ്പോൾ നിങ്ങളിതിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളതിൻ്റെ ഒരു ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്നതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇവിടെ വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് പല രീതിയിലുണ്ടോ. ഫസ്റ്റ് കേസ് പറഞ്ഞ് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ഫോർ വിച്ച് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ്. അല്ലേ, ദ പർപ്പസ് ഫോർ വിച്ച് ദ കമ്പനീസ് ഈസ് അക്കംപ്ലിഷ്ഡ് ദെൻ ദ കമ്പനി ഈസ് വൂണ്ട് അപ്പ്. അല്ലെ, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ കമ്പനി ഫോം ചെയ്തത്, ആ പർപ്പസ് അറ്റൻഡ് ചെയ്തു, ദെൻ എന്ത് ചെയ്യാം, ആ കമ്പനി എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാം. ദെൻ രണ്ടാമത്തത്, ഇറ്റ് ഹാസ് ബിക്കം ഇമ്പോസിബിൾ ടു ക്യാരി ഔട്ട് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. അല്ലേ, കമ്പനിക്ക് നിലവിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ആർട്ടിക്കിൾസിൽ പറഞ്ഞ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒബ്ജക്റ്റ് നടത്തിക്കൊണ്ട് പോകാം, മെയിൻ ഒബ്ജക്റ്റ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കേസ് എന്ത് ചെയ്യുക, ആ കമ്പനി എന്ത് ചെയ്യില്ല, പ്രവർത്തിക്കുന്നതിന് അർത്ഥമില്ല, എന്ത് ചെയ്യുക, അതിനെ വൈൻഡ് അപ്പ് ചെയ്യും. മൂന്നാമത്തത്, the company has sold the business or the undertaking to another company or an individual. Okay, ഇപ്പോൾ എന്ത് ചെയ്യാണ്, ആ ഒരു കമ്പനി എന്ത് ചെയ്യുക, സോൾഡ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, കമ്പനി എന്ത് ചെയ്യാണ്, മറ്റൊരു കമ്പനി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാണ്, ടേക്കൺ ദി അതർ ബിസിനസ് എന്ത് ചെയ്യുക, മറ്റൊരു ബിസിനസ് എന്ത് ചെയ്തു, ഏറ്റെടുത്തു. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ആ കേസ് എന്ത് ചെയ്യുക, നിലവിൽ ഉള്ള ബിസിനസ്സിനെ ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്, പുതിയൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ദ കമ്പനി ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്സ് ഇൻ ഫുൾ. ഓക്കെ, കമ്പനിക്ക് അതിൻ്റെ ലാബിലിറ്റീസ് എന്ത് ചെയ്യാം, കൃത്യമായിട്ടും പേ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത കേസ് എന്ത് ചെയ്യുകയാണ്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോഡ് ഓഫ് വൈൻഡിങ് അപ്പ് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു നിർത്താം. അപ്പോൾ അതിലെ മോഡ് ഓഫ് വൈൻഡിങ് അപ്പ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. അപ്പോൾ രണ്ട് രീതിയിലുള്ള വൈൻഡിങ് അപ്പ് ആണല്ലോ. ഒന്ന് വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ, രണ്ടാമത്തേത് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അതായത് ഈ വോളണ്ടറി വൈൻഡിങ് രണ്ടാമത്തെ കേസിൽ നമുക്ക് 1956 ആക്ടിൽ
ഈ വോളണ്ടറി വൈൻഡിങ് അപ്പിനെ രണ്ട് രീതിയിലുണ്ടായിരുന്നു. ഒന്ന് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും അതുപോലെ രണ്ടാമത്തത് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും. അപ്പോൾ ഈ 2013 ആക്ടിൽ ആ ഡിസ്റ്റിങ്ക്യൂഷൻ ഇല്ല. കോമൺ ആയിട്ട് എന്ത് പറയുകയാണ്, വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്നുള്ളൊരു ടേമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന പ്രൊവിഷൻ ഒഴിവാക്കിയിട്ട് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്നൊരു കോമൺ ആയിട്ടാണ് പ്രൊവിഷൻ 2013 ആക്ടിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചാൽ മതി. അപ്പോൾ വൈൻഡിങ് അപ്പ് രണ്ട് രീതിയിലാണുള്ളത്, വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണലും അതുപോലെ തന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പും. അപ്പോൾ നമ്മളിതിൽ വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണലാണ് നമുക്ക് ഈ ഇന്നത്തെ പോർഷനിൽ നമ്മൾ പറയുന്നത്. അതായത് എന്ത് ചെയ്യാം, ദി പവർ ടു ഓർഡർ ദി വൈൻഡിങ് അപ്പ് വാസ് ഏർലിയർ വെസ്റ്റഡ് വിത്ത് ദി കോർട്ട്. വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ട് എന്നാണ് 2013 നമുക്കറിയാം. ഇപ്പോൾ 2013 ആക്ട് വരെ നമ്മൾ ട്രൈബ്യൂണൽ വരുന്നതാണ് കോർട്ട് എന്നാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് കോർട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുക. വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തു, നൗ ദിസ് ഹാസ് ബീൻ വെസ്റ്റഡ് ഇൻ ദി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ നോൺ ആസ് ദി ട്രൈബ്യൂണൽ. അപ്പോൾ എന്ത് ചെയ്യുക, ട്രൈബ്യൂണൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് അതോറിറ്റീസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കമ്പനി ലോ ബോർഡ് ആൻഡ് ട്രൈബ്യൂണൽ. അപ്പോൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ് എന്ത് ചെയ്യുക, മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത്. ട്രൈബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരം എന്ത് ചെയ്യാം, ദ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ആസ് പെർ ദി ഓർഡർ ഓഫ് ദി ട്രൈബ്യൂണൽ ക്യാൻ ബി കോൾഡ് കമ്പൾസറി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പൾസറി വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ ട്രൈബ്യൂണലിൻ്റെ വൈൻഡിങ് അപ്പ് ഓർഡർ നമ്മൾ കമ്പൾസറി വൈൻഡിങ് അപ്പ് എന്ന രീതിയിലാണ് പറയുക. ഓക്കെ, വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ ഈസ് ഓൾസോ നോൺ ആസ് ദി കമ്പൾസറി വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ. അത് 1956 ആക്ടിൽ അതാണ് കമ്പൾസറി വൈൻഡിങ് അപ്പും വോളണ്ടറി വൈൻഡിങ് അപ്പാണ് ഉണ്ടായിരുന്നത്. കമ്പൾസറി വൈൻഡിങ് അപ്പ് ബൈ ദി കോർട്ടായിരുന്നു ഉണ്ടായിരുന്ന ഫസ്റ്റ് കേസ്. അതുപോലെ തന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പിൽ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, രണ്ട് ഗ്രൂപ്പാക്കി മാറ്റിയത്. ഒന്ന് വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണലും രണ്ടാമത്തത് വോളണ്ടറി വൈൻഡിങ് അപ്പും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ട്രൈബ്യൂണലാണ് എന്ത് ചെയ്യുന്നത്, ട്രൈബ്യൂണലാണ് വൈൻഡിങ് അപ്പ് ഓർഡർ ഇടുന്നത്. ദെയർഫോർ ദിസ് ഈസ് നോൺ ആസ് ദി കമ്പൾസറി വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ. ഓക്കെ, ഇനി ഏതൊക്കെ കേസിലാണ് സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ദ കമ്പനി മേ ബി വൂണ്ടഡ് ബൈ ദി ട്രൈബ്യൂണൽ. ട്രൈബ്യൂണൽ ഒരു കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇടുന്ന ഏതൊക്കെ കേസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 7ഓളം കേസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കേസ് പറയുന്നത് ഇൻഎബിലിറ്റി ടു പേ ഡെപ്റ്റ്, രണ്ടാമത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് പാസ്ഡ്, 3 ആക്റ്റഡ് അഗെയിൻസ്റ്റ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ദെൻ 4 സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനി, ദെൻ 5 ആപ്ലിക്കേഷൻ ബൈ രജിസ്ട്രാർ, ദെൻ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫയലിംഗ് ഫോർ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ റീസൺസ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ കേസും ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ കേസ് പറയുന്നത് ഇൻഎബിലിറ്റി ടു പേ ഡെപ്റ്റ്സ്. അതായത് ഇഫ് ദ കമ്പനി ഈസ് അൺഎബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്, ദെൻ ദി ട്രൈബ്യൂണൽ മേ മേക്ക് ആൻ ഓർഡർ ഫോർ ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഇവിടെ ഏത് കേസിലാണെന്ന് അൺഎബിൾ ടു പേ ഡെപ്റ്റ് എന്ന് ആക്ടിൽ പറയുന്നുണ്ട്. ഒന്ന്, എ ക്രെഡിറ്റർ ടു ഹൂം the company is indebted for an amount exceeding 1 lakh rupees. Then the amount is due, has a demand requiring the company to pay the amount so due, and the company has failed to pay the sum within the 21 days after the receipt of such a demand. ഒരു കമ്പനിയുടെ ഒരു ക്രെഡിറ്ററുടെ ദെൻ ഡെപ്റ്റ് ഡ്യൂ ആയി, ഡെപ്റ്റ് നൽകണമെന്ന് ക്രെഡിറ്റർ കമ്പനിയോട് ആവശ്യപ്പെട്ടു. 1 lakh, ദെൻ മിനിമം ഓഫ് റുപ്പീസ് 1 lakh rupees, അല്ല 1 lakh rupees അതിൽ കൂടുതലാണെങ്കിലാണ് എക്സീഡിങ് 1 lakh rupees ആണെന്ന് പറയുന്നത് ഇവിടെ കണ്ടീഷനായിട്ട് പറയുന്നത്. എന്ത് ചെയ്യാം, കമ്പനിയോട് എമൗണ്ട് ആവശ്യപ്പെട്ടു. 21 ഡേയ്സിനുള്ളിൽ കമ്പനി ആ എമൗണ്ട് പേ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് ഡീംഡ് ടു ഹാവ് ടു ഇന്നബിലിറ്റി ടു പേ ദി debt by the company. In such a case, the company may be wound up by the order of the tribunal. ആ കേസിൽ എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരം എന്ത് ചെയ്യാം, കമ്പനി വൂണ്ടപ്പ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് പറയുന്നത് എനി എക്സിക്യൂഷൻ ഓർ അതർ പ്രോസസ് ഇഷ്യൂഡ് ഓൺ എ ഡിഗ്രി ഓഫ് എനി കോർട്ട് ഓർ ട്രൈബ്യൂണൽ ഇൻ ഫേവർ ഓഫ് എ ക്രെഡിറ്റർ ഓഫ് ദ കമ്പനി ഈസ് റിട്ടേൺഡ് അൺസാറ്റിസ്ഫൈഡ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട്. അല്ലെ, ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു, അല്ലെ ഏതെങ്കിലും ഒരു ഡിസ്പ്യൂട്ടിൽ എന്ത് ചെയ്യാം, ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. ആ ഓർഡർ നടപ്പാക്കുന്നതിന് കോടതിയിൽ ഏതെങ്കിലും ഒരു ഓർഡർ നടപ്പാക്കുന്നതിന് എന്ത് ചെയ്യാം,
ഇൻ ഫേവർ ഓഫ് ക്രെഡിറ്റർ, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർക്ക് അനുകൂലമായിട്ട് ഒരു കോർട്ട് ഓർഡർ എന്ത് ചെയ്യുക, കമ്പനി ഇത്ര എമൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. ഇനി ആ എമൗണ്ട് കമ്പനി കൊടുത്തു തീർക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ട്രൈബ്യൂണൽ ദാറ്റ് ദ കമ്പനി ഈസ് അൺഎബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്. ഇനി ട്രൈബ്യൂണൽ തന്നെ എന്താണ്, ദ ട്രൈബ്യൂണൽ ഇറ്റ് സെൽഫ് ഡീംഡ് ദാറ്റ് ദ company is failed to company is unable to pay off its debt. In such a case, the tribunal may issue an order for the winding up. Okay, so first case ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. If the company is unable to, if the company is point wise ആണ് നിങ്ങൾ പഠിക്കുന്ന ഇത്ര ഓർമ്മിച്ചാൽ, the company is unable to pay off the debt of its creditors, then in such a case the tribunal may make an order for the winding up of the company. Then രണ്ടാമത്തത് സ്പെഷ്യൽ റെസൊല്യൂഷൻ. If a company by special resolution in its general body meeting resolved that it may be wound up by the tribunal may pass the winding up order. കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാം. ആ കേസ് എന്ത് ചെയ്യാം, ട്രൈബ്യൂണലോട് എന്ത് ചെയ്യുക, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാം. ദെൻ എന്ത് ചെയ്യുക, കമ്പനി വൈൻഡിങ് അപ്പ് ഓർഡർ പാസ്സാക്കും. ദെൻ തേർഡ് വൺ, ആക്റ്റഡ് എഗൻസ്റ്റ് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നാഷൻ. നമുക്കറിയാം അല്ലേ, രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കോമൺ ഇൻട്രസ്റ്റിനെതിരായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും. ദെൻ സിക്ക് ഇൻഡസ്ട്രി യൂണിറ്റ് ചാപ്റ്റർ കമ്പനീസ് ആക്ട് 2013 ചാപ്റ്റർ 19 പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്ത് ചെയ്യാം, സിക്ക് ഇൻഡസ്ട്രി യൂണിറ്റിൻ്റെ കേസ് എന്ത് ചെയ്യാം, ട്രൈബ്യൂണൽ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. Then application by the registrar. If on the application made by the registrar or any other person authorized by the central government by notification under this act, the tribunal is of the opinion that the affairs of the company have been conducted in fraudulent manner. അല്ലേ, അതായത് കോമൺ ഇൻട്രസ്റ്റ്, അതായത് ഗിൽട്ടി അല്ലെ ഫ്രോഡ്, മിസ്ഫീസൻസ് ഓർ മിസ്കോണ്ടക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ കേസ് എന്ത് ചെയ്യാം, രജിസ്ട്രാർ എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും. ട്രൈബ്യൂണലിനോട് ആവശ്യപ്പെടാം. ഓക്കെ. ദെൻ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് ഫൈനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം എവരി ഇയർ എന്ത് ചെയ്യണം, ഫൈനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റഡ് ഫൈനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. ഇനി ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 5 ഫൈനാൻഷ്യൽ ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് ട്രൈബ്യൂണലിന് വൈൻഡിങ് അപ്പ് ഓർഡർ ഇടാം. ഇനി ആൻഡ് നെക്സ്റ്റ് 7th കേസ് പറയുന്നത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. അല്ല, ഇഫ് ദ ട്രൈബ്യൂണൽ ഹാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു വൈൻഡ് അപ്പ് ദി അഫയേഴ്സ് ഓഫ് ദ കമ്പനി, ഇൻ സച്ച് എ കേസ് ദ ട്രൈബ്യൂണൽ ക്യാൻ മേക്ക് ആൻ ഓർഡർ ഫോർ ദി വൈൻഡിങ് അപ്പ്. അല്ല, എന്താണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ? അതിനകത്ത് പല കേസ് ആയിട്ട് അതിൽ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ഹാസ് ബീൻ കമ്പനി ഫെയിൽസ് ടു കംപ്ലീറ്റ് ദി മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി. ഓക്കെ, അതായത് ഏത് ഒബ്ജക്റ്റിന് വേണ്ടിയാണോ കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് ആ ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു വൈൻഡ് അപ്പ്. അല്ല, ഏതാണ്, ദ കമ്പനി cannot carry out this business in profit. ഓക്കെ, അതേപോലെ തന്നെ ഇതാണ്, ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കബിൾ ടു കണ്ടക്ട് ദി ഇമ്പോസിബിൾ ആൻഡ് ഇംപ്രാക്ടിക്കബിൾ ടു കണ്ടക്ട് ദി ബിസിനസ് ഓഫ് ദി കമ്പനി. അല്ല, കമ്പനിയുടെ ഒബ്ജക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കമ്പനിയുടെ ബിസിനസ് ഒരു കാരണവശാലും നടത്താൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ദ കമ്പനി ഹാസ് നോ ബിസിനസ് ടു ക്യാരി ഓൺ, അല്ലെ കമ്പനി നിലവിൽ പ്രവർത്തിക്കുന്നേ ഇല്ല, അല്ലെ എഗൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കമ്പനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദി എക്സിസ്റ്റിംഗ് അസറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു മീറ്റ് ദി ലാബിലിറ്റി ഓഫ് ദി കമ്പനി, അല്ലെ കമ്പനിയുടെ അസറ്റ് കമ്പനിയുടെ ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ സഫിഷ്യൻ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് റീസൺ വഴി എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദി ട്രൈബ്യൂണൽ ദാറ്റ് it is just and equitable to wind up the affairs of the company, then the tribunal can make an order for the winding up of the affairs of the company. Okay, so these are the reason for the winding up of the circumstance under which the tribunal make an order for the winding up of the company. അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് ഈ ടേം ആയിട്ടെങ്കിലും ഓർമ്മിച്ചൊക്കെ ഓരോ സെൻറ്റൻസ് വൈസ് ആയിട്ടെങ്കിലും ഓർമ്മിച്ചൊക്കെ ഓരോന്നും. ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്സ്, ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ജനറൽ ബോഡി, then if the company is acted against the sovereignty of the nation,
Then in case of sick industrial unit, then application by the registrar, then default in filing financial statement and for just and equitable reasons. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുക, കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റീസൺസ്. ഇനി ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോർ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. അപ്പോൾ ട്രൈബ്യൂണലിന് ആർക്കൊക്കെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം, അല്ലെ കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രൈബ്യൂണലിന് പെറ്റീഷൻ കൊടുക്കുന്ന ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് ഈ കേസ് പറയുന്നത്. ഒന്ന് എന്തൊക്കെയാണ്, കമ്പനി ഇറ്റ് സെൽഫ്. രണ്ട്, ക്രെഡിറ്റേഴ്സ് ഓർ ക്രെഡിറ്റർ ഓർ ക്രെഡിറ്റേഴ്സ്. ദെൻ എനി കോൺട്രിബ്യൂട്ടറി ഓർ കോൺട്രിബ്യൂട്ടറീസ്. ദെൻ ഓൾ ഓർ എനി ഓഫ് ദി എബവ് പേഴ്സൺസ് ജോയിൻ്റ്ലി ഓർ സെപ്പറേറ്റ്ലി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നവർക്ക് ഒരുമിച്ച് വേണം കൊടുക്കാം. ഏതാ, ക്രെഡിറ്റേഴ്സിനും കോൺട്രിബ്യൂട്ടേഴ്സിനും ഒരുമിച്ച് കൊടുക്കാം, അല്ലേ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാം. ദെൻ രജിസ്ട്രാർ. Then any person authorized by the central government. And finally central government or state government in case of case falling under section 272 subsection 1 clause D. ഇത് പ്രകാരം എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിന് ഈ സെക്ഷൻ പ്രകാരം എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിനോട് ആവശ്യപ്പെടാം. അപ്പോൾ ഇത്തരം കേസിലാണ് എന്ത് ചെയ്യുക, പെറ്റീഷൻ ട്രൈബ്യൂണലിൽ ഫയൽ ചെയ്യുന്നത്. അത്രയും കാര്യമായത് ബന്ധപ്പെട്ട് ഓർമ്മിക്കുക. വൈൻഡിങ് അപ്പിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിൽ ഫസ്റ്റ് കേസാണ് നമ്മൾ പറഞ്ഞത്, കൈൻഡ്സ് ഓഫ് വൈൻഡിങ് അപ്പിൽ ആദ്യത്തെ കേസാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്, വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കേസിലാണ് വൈൻഡപ്പ് ചെയ്യുന്നതും ആർക്ക് അതിൽ പെറ്റീഷൻ കൊടുക്കുക എന്നുള്ളത് ഇതിൽ ഓർമ്മിച്ച് വെക്കുക. നമ്മൾ നെക്സ്റ്റ് ഡേയിൽ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്നതിൻ്റെ കേസാണ് നമ്മളിതിൽ പറയുക. ഓക്കെ.